ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളുടെ അഗ്നി ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2-3 ക്ലാസ് ഓൾറെഡി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ RRB എന്ന് പറയുന്ന നമ്മളൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിനകത്ത് ക്ലാസ്സുകളെല്ലാം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 3-4 ക്ലാസ്സുകളെ പോയിട്ടുള്ളൂ, അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റഡി പ്ലാന് മുഖേനയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒരു സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു എന്നാണ് വിശ്വാസം. ഓക്കെ, അപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് പെട്ടെന്ന് പോയേക്കാം. ഓക്കെ, ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് പഠിച്ചാൽ കിട്ടുമോ? ഈ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന RPF പഠിച്ചാൽ കിട്ടുമോ? അതിനൊക്കെ നേരത്തെ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവർക്കൊക്കെ ആയിരിക്കത്തില്ലേ സിമ്പിൾ എന്ന്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇങ്ങനെ ചോദിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ള മറുപടി എന്ന് പറയുമ്പോൾ, പഠിക്കുന്നത് ഇപ്പോൾ എല്ലാവരും, ഇപ്പോൾ നമ്മളായിരുന്നാലും ശരി തന്നെ, നിങ്ങളടുത്ത് നിങ്ങളിപ്പോൾ ഈവൻ ഒരു പരീക്ഷയ്ക്ക്, ഇപ്പോൾ RRBയുടെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, ഒരു ഗ്രൂപ്പ് ഡിക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് കരുതുക. ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇതിനു മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അത് വാസ്തവം തന്നെയാണ്. പക്ഷെ അവർ ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഡൗട്ടാണ്. ഓക്കെ, കാരണം അവർ ആലോചിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഇനിയും ടൈമുണ്ട്, അപ്പോൾ ഇനി പഠിച്ചാലും മതി, തൽക്കാലം നമുക്ക് PSCയിലോട്ട് ചാടാം, LD ക്ലർക്ക് പരീക്ഷയൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് LD ക്ലർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നേരത്തെ ക്ലാസ്സിന് ഒക്കെ ചേർന്നിരുന്ന ആൾക്കാരൊക്കെ ക്ലാസ്സിന് ചേർന്നു, ആ ഒരു തുടക്ക സമയത്ത് കട്ടയ്ക്ക് പഠിച്ചു. ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. ഓക്കെ, ഇനി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഈ RPFന് വേണ്ടി പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒട്ടും വൈകിട്ടില്ല, ഇനിയെങ്കിലും പഠിച്ച് തുടങ്ങുക. ഓക്കെ, ഇനിയെങ്കിലും പഠിച്ച് തുടങ്ങുക. ഇപ്പോൾ ഈ RPF പരീക്ഷയ്ക്ക് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ സിലബസ് തന്നെയാണ് ഈ പറയുന്ന ജൂലൈ മാസത്തിൽ വരാൻ പോകുന്ന ALP പരീക്ഷയ്ക്ക്. അതുപോലെ തന്നെ ടെക്നിക്കലിന് ആദ്യത്തെ ടയർ എക്സാമിനൊക്കെ ഈ പറയുന്ന സിലബസ് പ്രകാരമാണ്, RPFൻ്റെ സിലബസ് തന്നെയാണ്. ഗ്രൂപ്പ് ഡി വരുമ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസമേ കാണത്തുള്ളൂ, എന്നാലും ഓൾമോസ്റ്റ് 90% ഈ ഒരു സിലബസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഓരോ റെയിൽവേ പരീക്ഷകൾക്കും എളുപ്പം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നീട് ഒരു സംഭവം ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു SSCയുടെ ഒരു UPSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ, ഈ കമാൻഡോയുടെയൊക്കെ UPSC ലെവൽ നടത്തുന്ന പരീക്ഷയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. ആ പരീക്ഷ ഞാൻ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഓക്കെ, ഇതൊക്കെ ഈ സിവിൽ സർവീസ് എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ. കാരണം ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. SSC പോലെ പഠിച്ചാൽ നടക്കത്തില്ല, ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ 2 പരീക്ഷയുണ്ട്. അതിൽ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ ഈ റീസണിങ്, അപ്പോൾ CSAT ആണ്, റീസണിങ് പോലുള്ള കാര്യങ്ങൾ ആദ്യത്തെ പേപ്പറിൽ വരുന്നത്. രണ്ടാമത്തെ പേപ്പറിൽ ഇത് GS ആണ് വരുന്നത്. ഓക്കെ, ഈ CSATന് നിങ്ങൾക്ക് നിശ്ചിത മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ പേപ്പർ വാല്യൂ ചെയ്യത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുണ്ട്. സിവിൽ സർവീസ് മോഡൽ തന്നെയാണ് ഈ ഒരു എക്സാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടി ഫൗണ്ടേഷൻ ക്ലാസ്സിന് പോയ ആൾക്കാർ, അല്ലെങ്കിൽ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു പിള്ളേർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന, നമുക്കൊരു വാമപ്പ് എക്സാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു എക്സാമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഡിഫൻസിൻ്റെ എക്സാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർക്ക് പഠിച്ചാൽ കിട്ടൂലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ കിട്ടും. സിവിൽ സർവീസ് മോഡൽ പരീക്ഷ എഴുതി അല്ലെങ്കിൽ സിവിൽ സർവീസ് മോഡൽ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് 100% കിട്ടും. അല്ലാതെ ഈ SSCയുടെ ബേസിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, അത് ഡീപ്പായിട്ടുള്ള ഒരു വായന അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു പഠിത്തം വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് RPFലോട്ട് വരാം. ഓക്കെ, നമ്മൾ പറഞ്ഞു തിങ്കളാഴ്ച
നമുക്ക് പുതിയൊരു ബാച്ച് അല്ലെങ്കിൽ അഗ്നി എന്ന് പറയുന്ന ഫ്രീ ബാച്ചിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇതിൽ നിങ്ങൾക്ക് വരുന്നത് 2-in-1 ക്ലാസ് ആയിരിക്കും. അതായത് ഒരു വീഡിയോയിൽ 2 സബ്ജക്റ്റ്. ഓക്കെ, ഒരു വീഡിയോയിൽ 2 സബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. പിന്നീട് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ലൈവ് ടെലഗ്രാമിൽ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, വോയിസ് ക്ലാസ് ആയിരിക്കും, വോയിസ് ലൈവ് ക്ലാസ് ആയിരിക്കും, GK ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ നിർബന്ധമായിട്ടും എത്തുക. പഠിക്കണമെന്ന ആഗ്രഹമുള്ള എല്ലാവരും നിർബന്ധമായിട്ടും എത്തുക. ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമുക്ക് വലിയൊരു പ്രഷർ ഉണ്ടാവത്തില്ല. ഓക്കെ, ഇപ്പോഴേ പതുക്കെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അവസാനമാകുമ്പോഴത്തേക്ക് വലിയൊരു പ്രഷറൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് പരീക്ഷ എഴുതിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം 90 സംതിങ് ഒക്കെയാണ് കട്ട് ഓഫ് വന്നത്. ഇപ്രാവശ്യവും ഏകദേശം ആ ഒരു ലെവലിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ എത്തുക. ഓക്കെ, ഓരോ വർഷം കഴിയും തോറും എക്സാമിൻ്റെ കടുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റീഷൻ കൂടുകയാണ്. ഇതിനു മുന്നേ 2018 നോട്ടിഫിക്കേഷൻ വന്നത്, അല്ലെങ്കിൽ 2019 നോട്ടിഫിക്കേഷൻ വന്നത്. 2018 വന്നു, 19 എക്സാം നടത്തി. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് 90 സംതിങ് ആയിരുന്നു. അതിന് മുന്നേ അതിന് കുറച്ചുകൂടെ ബാക്കിലോട്ടായിരുന്നു, ഒരു 84 86 അത്രയൊക്കെ ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. അതിൻ്റെ മുൻപത്തെ വർഷവും കുറേ കൂടെ ബാക്കിലോട്ടായിരുന്നു കട്ട് ഓഫ് നിന്നിരുന്നത്. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഒരു 5 മാർക്ക് വീതമെങ്കിലും കൂടുന്നുണ്ട്. ഓക്കെ, കുറഞ്ഞത് ഒരു 5 മാർക്കെങ്കിലും കൂടുന്നുണ്ട് ഓരോ എക്സാമിനും, ഓരോ വർഷവും ചേഞ്ച് വരുന്ന എക്സാമിന്. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നീട് ഇത്രയാണ് മെയിനായിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പിന്നീട് പഠിക്കുന്ന സമയം നന്നായിട്ട് പഠിക്കുക. പിന്നീട് നമ്മളൊരു 2 മണിക്കൂർ പഠിച്ചാൽ മതിയാവുമെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. 2 മണിക്കൂറൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ 2 മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ജോലിക്കൊന്നും പോവാതെ പഠിത്തം മാത്രം നടക്കുന്നു എങ്കിൽ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക. ഓക്കെ, കാരണം നമ്മളിപ്പോൾ എക്സാം എഴുതാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങളടുത്തിരിക്കുന്ന ഒരു വ്യക്തി, അവൻ ചിലപ്പോൾ ഒരു 10 മണിക്കൂർ പഠിക്കുന്നു, നിങ്ങൾ ഡെയിലി 2 മണിക്കൂർ പഠിക്കുന്നു എങ്കിൽ വിജയം കൂടുതൽ അവനായിരിക്കും സാധ്യത, വിജയ ശതമാനത്തിന് സാധ്യത കൂടുതൽ അവനായിരിക്കും, 90% അവനായിരിക്കും സാധ്യത. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും പഠിക്കുന്ന സമയത്ത് പഠിക്കണം, അല്ലാതെ ആരും പഠിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ മുന്നിലേക്ക് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിങ്കളാഴ്ച രാത്രി 8 മണിക്കായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, ക്ലാസ് ഫുൾ മലയാളത്തിലായിരിക്കും. കാരണം ഒരുപാട് ചാനലുകൾ ഉണ്ട്, അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ വന്നിട്ട് പറയുന്നു മലയാളം ക്ലാസ് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാവമല്ലേ, നമ്മളെങ്കിലും മലയാളത്തിൽ കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ ക്ലാസ് മലയാളത്തിൽ ലഭിക്കും. പ്രീമിയം ബാച്ചിന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.